ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അതിൽ വരുന്ന ചെറിയ കംപ്ലൈന്റുകളും അതിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം വീഡിയോയിൽ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പരീക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. അതിൽ തന്നെ നമ്മൾ LGന്റെ ഒരു ഫ്രിഡ്ജ് ആണ് എടുത്തിട്ടുള്ളത്. പോരാത്തതിന് ഇതിന്റെ ഒരു പ്രവർത്തനം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെറിയ ചെറിയ കംപ്ലൈന്റുകളിലേക്ക് വരാം. ഇത് പഴയ മോഡൽ ഒരു ഫ്രിഡ്ജാണ്. ഇത് ഏകദേശം 10 വർഷത്തിന്റെ മേലെ പഴക്കമുള്ള ഫ്രിഡ്ജാണ്. ഇപ്പൊ വരുന്ന ഇതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ തന്നെയും എല്ലാത്തിലും വരുന്നത് കോമൺ കംപ്ലൈന്റുകളായിരിക്കും. ഒപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്ക് ഇത് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. ഈ ലൈറ്റ് ചിലതിൽ വർക്ക് ചെയ്യാണ്ടാവും. അപ്പൊ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കേണ്ടി വരും. അതിന് വലിയ ഒരു കാശും അവർക്ക് സർവീസ് ചാർജും അതേപോലെ അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസും എല്ലാം ആ ബൾബ് മാറ്റാവുന്നതാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് വരുന്ന ഒരു ഭാഗമാണ്, ഒരു സ്വിച്ചാണ് ഇത്. ഈ സ്വിച്ച് കംപ്ലൈന്റ് കാരണവും നമുക്ക് എന്താകാം, ഈ ലൈറ്റ് കത്താണ്ട് വരാം. സ്വിച്ച് ഈ ഡോർ അടയ്ക്കാൻ നേരത്ത് ഇതിൽ പ്രസ് ആകുമ്പോ ഈ ലൈറ്റ് ഓഫ് ആകും, അത് റിലീസ് ആവും, സ്വിച്ച് ഓൺ ആവും, ലൈറ്റ് കത്തുകയാണ് അതിന്റെ പതിവ്. ഈ സ്വിച്ച് പോയതാണെങ്കിൽ തന്നെ സ്വിച്ച് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്താൻ പറ്റും. ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഓരോ കണക്ഷനാണ്. ഈ കണക്ഷൻ ഊരിയതിന് ശേഷം ഇത് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആയിരിക്കും, വിടുമ്പോൾ അത് ഓൺ ആയിരിക്കും. ഇതിൽ കണ്ടിന്യൂറ്റി വരണം. അത് നമ്മുടെ ടെസ്റ്ററിൽ ചെക്ക് ചെയ്യാനുള്ള ഐഡിയ ഞാൻ നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പോയി പഠിച്ചതിന് ശേഷം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ സ്വിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് പിന്നെ ആ ടെസ്റ്ററിന് വരുന്ന ഒരു വയറ് ഇതിന്റെ ഒരു എൻഡിൽ കൊടുത്തതിന് ശേഷം ഈ എൻഡിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ടെസ്റ്റർ കത്തുന്നുണ്ടെങ്കിൽ സ്വിച്ച് വർക്കിംഗ് ആണ്. ഇത് റിലീസായ അവസ്ഥയിൽ, നേരെ മറിച്ച് റിലീസായ അവസ്ഥയിൽ ഇത് പിന്നെ കണ്ടിന്യൂറ്റി ഇല്ല, അത് ടെസ്റ്റർ കത്തുന്നില്ലെങ്കിൽ ഈ സ്വിച്ച് പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നേരെ ഇതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് സാധാരണ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് പരീക്ഷിച്ചറിയാവുന്നതാണ്. ഇതാണ് സ്വിച്ചിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വരുന്ന വേറൊരു കംപ്ലൈന്റ് ആണ്, ഇത് അടയ്ക്കാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ക്ലോസ് ആവില്ല. ഈ ഭാഗത്ത് ഗ്യാപ്പ് കാണും. അങ്ങനെ നമ്മുടെ വൈദ്യുതി നഷ്ടപ്പെടും. ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വർഷത്തിലൊരിക്കൽ ഈ സാധനം അഴിക്കുക. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഈ രീതിയിൽ അഴിച്ചെടുക്കുക. വർഷത്തിലൊരിക്കലെങ്കിലും ഇതിന്റെ ഈ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം റിമൂവ് ചെയ്തൊന്ന് കഴുകി ഉണക്കിയതിനു ശേഷം ഇത് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഇതിന്റെ ടോപ്പ് ഭാഗം, ഈ ഭാഗം അടുത്ത പ്രാവശ്യം ഫിക്സ് ചെയ്യുമ്പോൾ നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അടിഭാഗം മേലെ രീതിയിൽ ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ആ എയർ ടൈറ്റിന്റെ ഒരു പ്രോബ്ലം ഇതിൽ മാറിക്കിട്ടും. ഇത് ഒരു വർഷത്തിലൊരിക്കൽ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലൈന്റ് വരാറുണ്ട്. ഇത് ഫ്രീസറിന് ഐസ് ഉരുകിയിട്ടുള്ള വെള്ളം ഇതിന്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കാതെ ഇതിൽ ലീക്കാവുന്ന ഉരുകിയിട്ടുള്ള വെള്ളം ഈ ഹോളിൽ കൂടെയാണ് അതിന്റെ പുറകിലുള്ള ട്രേയിലേക്ക് എത്തുക. അപ്പൊ ഇതിലെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിറഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് വെള്ളം നിറഞ്ഞിട്ട് ലീക്ക് ആകുകയൊക്കെയുള്ള ആ ഒരു കംപ്ലൈന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട. നമുക്കൊരു ക്ലച്ചിന്റെ കേബിളോ അല്ലെങ്കിൽ വയറിന്റെ കഷ്ണം, ഒരു ചെറിയ നൂൽക്കമ്പി അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കുത്തി കഴിയുമ്പോൾ അങ്ങേയറ്റത്ത് ഇതിന്റെ താഴ്ഭാഗത്ത് ട്രെയിനിന്റെ അവിടെ അത് വരും. ഒരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ലീക്കേജിനുള്ള പ്രശ്നം ലീക്ക് മാറി കിട്ടും. അതും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ഉപകരണങ്ങൾ പോലെയും നമ്മള് ഇത് ഇപ്പൊ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ കിട്ടെ. അതായത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്രസർ, ഈ കാണുന്ന ബ്ലാക്ക് ഈ കംപ്രസർ, ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് അതിനൊരു സൗണ്ട് വരും. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓരോന്നോരോന്നായ ഏതാണെന്നുള്ളതും അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതും നോക്കാം. ബാക്കിയുള്ള നമ്മൾ മിക്സിന്റെയും അതേപോലെ എമർജൻസി എല്ലാത്തിന്റെയും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ഇതിന്റെ AC കോഡ് നമ്മൾ ചെക്ക് ചെയ്യണം.
AC കോഡ് നമ്മൾ ടെസ്റ്റർ കൊണ്ട് ചെക്ക് ചെയ്യുന്ന ഒരു വിധം നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ട് പഠിച്ചതിന് ശേഷം എല്ലാരും ഇത് ചെക്ക് ചെയ്യുക. അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ AC കോഡ് നേരെ വന്ന്, അതായത് കറണ്ട് നേരെ പ്ലഗ് ഇൻ ചെയ്ത വയറ് നേരെ വരുന്നത് ഇതുപോലെ ഒരു കണക്ടറിലേക്കാണ്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറും. ഇത് ഫേസും ഇത് വരുന്നത് ന്യൂട്രലുമാണ്. പോരാത്തതിന് ഇതിലൊരു പച്ച വയറുണ്ടാവും. ആ പച്ച വയറ് ഇതാ ഇവിടെ എർത്തായിട്ട് കൊടുത്തിരിക്കുന്നു, എർത്ത് കണക്ട് ചെയ്തിരുന്നു. ഇതിന്റെ ബോഡി ഉള്ളു എർത്തായിരിക്കും. അപ്പൊ നേരത്തെ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോഡിന്ന് ഫേസ്, ന്യൂട്രല്, എർത്ത് ഇനി ഇവിടെ എത്തുന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഇതിന്റെ ന്യൂട്രലിന്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആ ടെസ്റ്ററിൽ എടുത്ത വയറ് ന്യൂട്രലിന്റെ ഭാഗത്ത് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തതിനു ശേഷം ഈ പ്ലഗ് പിന്നിന്റെ ന്യൂട്രല് നമ്മൾ ടച്ച് ചെയ്ത് നോക്കും. ഇപ്പൊ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ടെസ്റ്റർ കത്തുന്നത്. അപ്പോൾ അതില് സപ്ലൈ വരുന്നുണ്ട്, ആ ഭാഗം കട്ടായിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫേസിൽ വെച്ച് നോക്കുക, നമ്മൾ ഫേസിൽ ടച്ച് ചെയ്ത് നോക്കുക. അതുപോലെ എർത്തിൽ വെച്ച് നോക്കുക, എർത്തിൽ അതേപോലെ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ എല്ലാത്തിലും കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് ഇതുപോലെ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ AC കോഡിന് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല എന്നുള്ള ഉറപ്പിക്കാം. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കോഡ് വയർ കഴിഞ്ഞ് കഴിഞ്ഞാല് അതിൽ നിന്ന് വരുന്ന സപ്ലൈ, അതായത് AC വോൾട്ട്, അതിന്റെ ഫേസ് വോൾട്ട് നേരെ വരുന്നത് നമുക്ക് ഈ തെർമോസാറ്റിലാണ്. തെർമോസാറ്റ് എന്ന് പറയും. അതായത് ഇതിലെ ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നതിനനുസരിച്ച് ഇതിലെ തെർമോസാറ്റ് ഓൺ ആവും. തെർമോസാറ്റ് ഓൺ ആവുന്നതിലാണ് അത് കംപ്രസറിലേക്ക് പിന്നെ സപ്ലൈ കൊടുക്കുക. ഇതിൽ രണ്ടാമത് കംപ്ലൈന്റ് ആകേണ്ട സാധനം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് തെർമോസാറ്റ് ആണ്. ഇതിലാണ് ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. തെർമോസാറ്റ് പുതിയ വേരിയന്റുകളിലാണെങ്കിൽ അതിൽ വരുന്നത് ചിലപ്പോൾ ഡിജിറ്റൽ കൺട്രോളുകളായിട്ടാണ്. തെർമോസാറ്റ് അഴിക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് ഒരു നോബാണ്, സാധാരണ ഒരു നോബാണ്. ഈ നോബ് നമുക്ക് സാധാരണ അഴിച്ചെടുക്കാം. നമ്മളിങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടർത്തിയെടുക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഈ കാണുന്നതാണ് തെർമോസാറ്റ് എന്ന് പറയുന്നത്. തെർമോസാറ്റ് അടിയിലുള്ളത് ഇതാണ് അതിന്റെ ലാമ്പ്. ഇത് രണ്ടും ഞാനിപ്പോ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് ഇത്. ഇവിടുന്ന് ഒരു ക്ലിപ്പാണ്, ക്ലിപ്പ് വഴി എടുത്തായി. എനിക്ക് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ തെർമോസാറ്റ് എന്ന് പറഞ്ഞ ഭാഗം. ഇത് ശരിക്കും ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നത്. അത്രയും ചിന്തിച്ചായി. നമ്മൾ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇതിലേക്ക് നമ്മൾ അവിടെ നിന്ന് വരുന്ന കോഡിൽ നിന്ന് വരുന്ന, അതായത് AC കോഡ് റെഡിയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് കയറുന്നത് ഈ ഭാഗത്താണ്. ഇതിലേക്ക് ഫേസ് വന്ന് ഇതിലേക്ക് കയറും. ഇതിൽ ഫേസ് കയറിയ ഇതിലൊരു വയറും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണാം. അത് നേരെ പോയിരിക്കുന്നത് ഈ ഡോറിന്റെ ഈ സ്വിച്ചിലേക്കാണ്. ഈ സ്വിച്ചിൽ നിന്ന് നേരെ ഈ പറഞ്ഞ പോലെ ഈ ബൾബിലേക്ക് പോകും. സ്വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തതിന് ശേഷം സ്വിച്ചിന് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ബൾബും കടയിൽ നിന്ന് മേടിച്ച് ഇത് മാറ്റാവുന്നതാണ്. നേരെ മറിച്ച് പിന്നെ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്ത് വന്നത് ഇതാണ് തെർമോസാറ്റ്. തെർമോസാറ്റിന്റെ അതാണ് സെൻസ് ചെയ്യുന്നത് ഇതിലെ ടെമ്പറേച്ചർ. നമ്മളിവിടെ സെറ്റ് ചെയ്തതനുസരിച്ച് സെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു റിലേ പോലെ അല്ലെങ്കിൽ ഒരു സ്വിച്ച് പോലെ ഓൺ ആവും. ഓൺ ആവുമ്പോൾ ഇതിലൂടെ സപ്ലൈ പോയി നമ്മുടെ കംപ്രസർ ഓൺ ആവും. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കണക്ഷൻസ് ഊരുക. ഈ രണ്ട് കണക്ഷൻസ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഡിസ്കണക്ട് ചെയ്യുക. ഇതിന്റെ ഒരു എൻഡ് ടെസ്റ്ററിന് വരുന്ന വയർ കൊടുക്കുക. ഈ എൻഡിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക കൈകൊണ്ട്. അപ്പൊ ടെസ്റ്റർ എത്തുന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അങ്ങനെ ഓരോ പൊസിഷനിലേക്ക് ഇത് മാറ്റി നമ്മൾ ഇടുക. അപ്പോ ഏതെങ്കിലും ഇതിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൽ ഏറ്റവും ലോയിലേക്ക് ഏറ്റവും കൂടിയ വേരിയന്റിലേക്ക് ഇടുവാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിൽ കണ്ടിന്യൂറ്റി കിട്ടും. കണ്ടിന്യൂറ്റി കിട്ടിയാണെങ്കിൽ ഇത് നല്ലതാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ കംപ്ലൈന്റ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പോ കോഡ് വയർ ചെക്ക് ചെയ്തു. അതിൽ നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. നേരെ പോയത് തെർമോസാറ്റ്, അത് ഉള്ളിൽ ഞാൻ കാണിച്ചു തന്നു.
അതിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതിലും കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്ന് വരുന്ന നേരിട്ടുള്ള സപ്ലൈ നേരെ വന്നതിന് ശേഷം ഇതാ നമ്മുടെ മോട്ടറിലേക്ക് കാണുന്ന പോലെ ഒരു കപ്പാസിറ്റർ ആണ് ഈ കാണുന്നത്, ഒരു കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ കംപ്ലൈന്റ് ആണെങ്കിൽ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള, അതായത് ഈ കംപ്രസറിന്റെ ഉള്ളിലുള്ള മോട്ടോർ മൂളി നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ കപ്പാസിറ്ററിലേക്ക് പോയാൽ മതി. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, കൂളിംഗ് നടക്കുന്നില്ല എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ മതി. ഇതാ ഫേസ് ഇവിടെ വരുന്നു, ഒരു കപ്പാസിറ്ററിന്റെ കണക്ഷൻ ഇവിടെ വരുന്നു, ന്യൂട്രൽ താഴെ വരുന്നു, എർത്ത് ഇതാ സൈഡിൽ വരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ളത്. ഇത്രയും കംപ്ലൈന്റുകളാണ് ഇതിൽ സാധാരണഗതിയിൽ വരാനുള്ളത്. അതിലപ്പുറം കംപ്ലൈന്റുകൾ ഇതിൽ വരാറില്ല. പിന്നീട് വരുന്നത് ഇതിന്റെ ഗ്യാസ് അല്ലെങ്കിൽ അത് ലീക്കേജ് അങ്ങനത്തെയൊക്കെയാണ്. അതൊക്കെ ഒരു ടെക്നീഷ്യനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുന്നതാണ് നല്ലത്. ഇത്ര കംപ്ലൈന്റുകളൊക്കെ വരുന്നത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ സ്പെയർ എല്ലാം നമുക്ക് പുറത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന എക്യുപ്മെന്റ്സ് ആണ്. അതേപോലെ ഫ്ലഡ്. അപ്പൊ അതിലൊക്കെ മെയിൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയൊക്കെയാണ് വെള്ളം കയറി റെസ്റ്റ് എടുക്കുകയൊക്കെയാണ് സംഭവിക്കുക. അല്ലെ ഈ കണക്ടർ അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജ് മൊത്തത്തിൽ വെള്ളത്തിൽ പോവുകയാണെങ്കിൽ തന്നെയും ഇതിന്റെ തെർമോസാറ്റ് വരെ കംപ്ലൈന്റ് ആവുള്ളൂ, വേറെ ഒന്നും കംപ്ലൈന്റ് ആവില്ല. നമ്മൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെ നേരെ ഇത് കൊണ്ടുവന്നൊന്ന് ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം ഓരോ കമ്പോണന്റ് ആയിട്ട് അഴിച്ച് ക്ലിയർ ആക്കി നോക്കുക. പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്ത്, ഇതെല്ലാം മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പാർട്സുകളാണ്. ഇതെല്ലാം മേടിച്ച് നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാനുള്ളൂ. ഇതൊക്കെ കംപ്ലൈന്റ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം വെള്ളത്തിന്റെ കംപ്ലൈന്റ് ആണ് അത്. ഇനി തുടർന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ വരാണ്ടിരിക്കട്ടെ, അങ്ങനെ നമുക്ക് അത് ഇത്രയും കംപ്ലൈന്റുകളാണ് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ സാധാരണയായിട്ട് നമുക്ക് വരാറുള്ളത്. ഇനി നമുക്ക് ഇതിലെങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ചെറിയൊരു വിവരണം, ഫുള്ള് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിവരണമല്ല, ചെറിയൊരു വിവരണം കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തരാം. ഇതാണ് ഇതിന്റെ കംപ്രസർ എന്ന് പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗം. ഈ കംപ്രസറിനുള്ളിൽ ഒരു റെഫ്രിജറന്റ് അല്ലെങ്കിൽ നമ്മളിപ്പോ റേഡിയേറ്ററിലേക്ക് ഒഴിക്കുന്ന കൂളന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ കത്തിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ്, ഇത് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ടാങ്കായിട്ട് കരുതുക. അതിന്റെ ഉള്ളിൽ ഒരു മോട്ടോറുണ്ട്, ഒരു കംപ്രസറുണ്ട്. അതായത് നമ്മുടെ എയറൊക്കെ കംപ്രസ് ചെയ്യുന്ന ഒരു കംപ്രസർ പോലെ ഒരു വാഹനങ്ങളിലേക്കുള്ള പിസ്റ്റൺ അടക്കമുള്ള ഒരു കംപ്രസർ. ഇതിലിരിക്കുന്ന ആ ലിക്വിഡ് അല്ലെങ്കിൽ വേപ്പർ രൂപത്തിലാണ് ഇതിൽ വരിക. ആ ഒരു ഗ്യാസ് ആയിട്ട് നമ്മൾ കരുതിയ ആ ഒരു ഗ്യാസ് ഇതിലൂടെ നമ്മുടെ തെർമോസാറ്റ് ഓൺ ആകുന്നതിലൂടെ ഇത് പ്രവർത്തിക്കും. അപ്പൊ ഇതിൽ കംപ്രസ് ആവും. അത് പ്രസ് ചെയ്യുമ്പോൾ ഈ വേപ്പർ, ഈ ഗ്യാസ് ഹൈ പ്രഷർ ആവും. ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ആവും. ഇത് കംപ്രസ് ചെയ്യുന്നതിൽ ആ വായു അല്ലെങ്കിൽ ഗ്യാസ് ഹൈ ടെമ്പറേച്ചർഡ് ആവും. ഈ ടെമ്പറേച്ചർഡ് ആയ വായു അല്ലെങ്കിൽ ഗ്യാസ് നേരെ ഈ കോയിലിൽ കൂടെ കടന്ന് മേലേക്ക് പോയി. ഇതാണ് ഇതിന്റെ കണ്ടൻസർ കോയിൽ എന്ന് പറയുന്ന ഭാഗം, ഫ്രിഡ്ജിന്റെ പുറകില്. ഈ ഭാഗം പുതിയ ഫ്രിഡ്ജില് റെഫ്രിജറേറ്ററിൽ ഇതൊരു ചെറിയ ഭാഗമായിട്ട് ഇതിന്റെ അടിയിൽ തന്നെ ഇംബിൾഡ് ആയിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഒരു ഫാൻ ഉണ്ടാവും. ഫാൻ വെച്ച് തണുപ്പിക്കുന്ന രീതിയാണ് പുതിയതിലെല്ലാം. പഴയതിൽ ഇങ്ങനെയാണ്. പഴയതിൽ ഫാനില്ല, ഇത് പുറമെയാണ്. അപ്പോ ഇതിൽ ചൂടായ ഹൈ പ്രഷറിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഗ്യാസ് ഇതിലേക്ക് വന്നു. ഗ്യാസ് ഇതിൽ അപ്പോൾ കടത്തി വിടുകയാണ്. ഇതിലെ ഓരോ ലെയർ കൂടെ ഇത് കറങ്ങി പോകുന്നതിനനുസരിച്ച് ഇതിലുള്ള ചൂട് നമ്മുടെ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വായുവിലേക്ക് സ്പ്രെഡ് ആകുന്നതിലൂടെ ഇതിലിരിക്കുന്ന ഗ്യാസ് തണുക്കുന്നതിനൊപ്പം തന്നെ ഇത് എന്താകുന്നു, ഇത് ഗ്യാസ് രൂപത്തിലുള്ള സാധനം നേരെ മറിച്ച് അത് ലിക്വിഡ് രൂപത്തിൽ, ദ്രാവക രൂപത്തിലേക്ക് ഇവ മാറുന്നു. ദ്രാവക രൂപത്തിലേക്കായി മാറി വന്ന ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് നേരെ ഇത് എക്സ്പ്ലാനേഷൻ വാൽവ് എന്ന് പറയും. ഈ വാൽവിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തതായിരിക്കും. തണുത്തതും പ്രഷർ എന്തായാലും കുറയൂല. ഇവനെ ഇവിടെ നിന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടാവും. പ്രഷർ ഉള്ളതും അതേപോലെ തണുത്തതും ആയ ലിക്വിഡാണ് ഇതിന്റെ ഇൻലെറ്റിൽ ഇവിടെ കൊടുക്കുന്നത്.
അപ്പോഴും പ്രഷർ മാറുന്നില്ല എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. നേരെ മറിച്ച് ഇതിന്ന് ഇതിലേക്ക്, അതായത് എക്സ്പാൻഷൻ വാൽവിലേക്ക് വന്നതിന് ശേഷം വാൽവിൽ നിന്നും ഔട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ലോ ആവും, അതേപോലെ ടെമ്പറേച്ചറും ലോ ആവും. ഓൾറെഡി ഇത് ലിക്വിഡ് പരുവത്തിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഗ്യാസ്, അതായത് നമ്മുടെ ഗ്യാസ് കുറ്റിയിൽ ഇരിക്കുന്ന പോലത്തെ ലിക്വിഡ് ആയിട്ടാണ് ഇതിൽ ഇരിക്കുന്നത്. ആ ഗ്യാസ് നേരെ ഇവിടുന്ന് ലോ പ്രഷറും ലോ ടെമ്പറേച്ചറും ആക്കിയതിനു ശേഷം ഈ കോയിൽ കൂടെ കടത്തിയിട്ട് നേരെ ഇതിന്റെ വേറൊരു ഭാഗമുണ്ട്, നേരെ ഇതിന്റെ ഫ്രീസർ, എവാപ്പറേറ്റർ കോയിൽ എന്ന് പറയും. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട കണ്ടൻസർ കോയിൽ പോലെ തന്നെ ഒരു കോയിൽ, അതാണ് ഇതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഇവിടെ ഈ ഫ്രീസറിന്റെ സൈഡിലായിട്ട് വരുന്നത്. അതിലേക്ക് നേരെ കൊടുത്തിരിക്കുന്നു, അതായത് ലിക്വിഡ് രൂപത്തിലുള്ള നമ്മുടെ ഗ്യാസ്. ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഈ ഗ്യാസ് നേരെ ഈ പൈപ്പിലൂടെ സ്പ്രെഡ് ആവുന്നതോടുകൂടി ഇത് ഗ്യാസ് പരുവത്തിലേക്ക് അല്ലെങ്കിൽ വേപ്പർ രൂപത്തിലേക്ക് വീണ്ടും മാറുന്നു. വേപ്പർ രൂപത്തിലേക്ക് മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ നേരത്തെ ഗ്യാസ് ലിക്വിഡ് രൂപത്തിലാണ് ഗ്യാസ് കുറ്റിയിലുള്ളതെന്ന് അറിയാലോ. ഈ ഗ്യാസ് വേപ്പർ രൂപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ അടുത്തുള്ള പദാർത്ഥങ്ങൾ, അതായത് ആ ഗ്യാസ് കുറ്റിയിൽ നിന്ന് ടെമ്പറേച്ചർ സ്വീകരിച്ചിട്ടാണ് ഇത് വേപ്പർ രൂപത്തിലേക്കാകുക. അതുപോലത്തെ പ്രവർത്തനം തന്നെ ഇവിടെ വന്ന ലിക്വിഡ് ഗ്യാസ് നേരെ ഇതിലേക്ക് വേപ്പറിലേക്ക്, അതായത് ഗ്യാസായി മാറുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നുള്ള ചൂട് സ്വീകരിച്ച് അത് ഗ്യാസ് രൂപത്തിലേക്കായി മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇതിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും തണുക്കാനുള്ള കാരണമാണ്. ഇത് ഫ്രീസറിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്നത് ഫ്രീസർ ഭാഗത്തായിരിക്കും. പിന്നെ ഡബിൾ ഡോർ ഒക്കെ ആവുമ്പോൾ അതിന്റെ ഇതേപോലെ ഒരു കോയില് താഴേക്ക് പോയി ആ ഭാഗത്തും കൂടി ഉണ്ടാവും. അപ്പോ ആ രീതിയിലാണ് നമ്മുടെ റെഫ്രിജറേറ്റർ കോയിലിൽ നിന്നും വരുന്ന ഗ്യാസ്, അതായത് വേപ്പറായിരിക്കുന്ന ഗ്യാസ് ഈ കാണുന്ന പൈപ്പിലൂടെ ഇതിലൂടെ വന്നതിന് ശേഷം നേരിട്ട് കംപ്രസറിലേക്ക് കയറുന്നു. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തുടങ്ങുന്നു. ഇവിടുന്ന് കംപ്രസ് ചെയ്യുന്നു, നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു, അവിടുന്ന് തണുത്ത് ലിക്വിഡ് ആവുന്നു, ഇവിടുന്ന് പ്രഷർ കുറയുന്നു, എക്സ്പാൻഷൻ വാൽവിന്ന് പ്രഷർ കുറയുന്നു, ഫ്രീസറിന് വീണ്ടും ഇതിലേക്ക് വരുന്നു. ഇതിങ്ങനെ നടക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് ശരിക്കും ഒരു ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ വരുന്ന കംപ്ലൈന്റുകൾ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഒരു ചെറിയ പ്രവർത്തന രീതിയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. ഇതാണ് ഇതിന്റെ പ്രവർത്തന തത്വം. എല്ലാവരും അപ്പോൾ വീട്ടിൽ ഇനി ഫ്രിഡ്ജിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ സ്വന്തം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപകടമില്ലാത്ത രീതിയിൽ, അതും ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് അപകടമില്ലാത്ത രീതിയിൽ ചെക്ക് ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി തന്നെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന്റെ ഈ എയർ ടൈറ്റിന്റെ ഭക്ഷണത്തിൽ ഒരിക്കലോ ഇതൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ എയർ ടൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ പറയും. അതൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അത്രയും കംപ്ലൈന്റുകൾ നിങ്ങൾ അങ്ങനെ തന്നെ തീർക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്നും അതുപോലെ ഉപകാരപ്പെടുമെന്നും കരുതുന്നു. എല്ലാവരിലേക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്തെത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമ്മൾ ഇതേപോലെ നമുക്കൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ അടുത്ത ഐഡിയയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ടെക്നിക്കൽ വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ആഴ്ചയിൽ ഇടയ്ക്ക് നമ്മൾ ചെറിയ ട്രാവലിംഗ്, കുക്കിംഗ് വീഡിയോകൾ വീക്കെൻഡിൽ ഞായറാഴ്ച അല്ലാതെ ഇട ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. അതും എല്ലാവരും കണ്ട് ഇതുപോലെ ടെക് ആയ വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ മുടക്ക് വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് മുടക്കാറുള്ളത്. ഇനി അങ്ങോട്ട് മുടങ്ങാതെ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. വേറെ കുറച്ച് പണികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.